മനുഷ്യരെക്കുറിച്ച് മാത്രം കുറച്ച് നേരമായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കടുത്ത ചൂടിൽ നമ്മൾ കന്നുകാലികളെയും ശ്രദ്ധിക്കണം. ഈ ചൂടുകാലത്ത് അവരെ അങ്ങ് വിട്ടുപോയോ? എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് കന്നുകാലികൾ വീട്ടിലുള്ളവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. അവരുടെ താമസിപ്പിച്ചിരിക്കുന്ന കന്നുകാലി തൊഴുത്തിൽ അവിടെ വായുസഞ്ചാരം ഉറപ്പിക്കുക. ഈ ചൂടുകാലത്ത് വായുസഞ്ചാരം മുഖ്യമാണ്. തൊഴുത്തിൽ വായുസഞ്ചാരം ഉറപ്പാക്കണം. അതുപോലെ തന്നെ മേൽക്കൂരയിൽ നിന്ന് ഈ കാലികളുടെ ദേഹത്തേക്ക് പരമാവധി ചൂട് എത്താത്ത രീതിയിലുള്ള ക്രമീകരണങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതും പ്രധാനമാണ്. പ്രത്യേകിച്ചും ഈ മേൽക്കൂരയുടെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് ഒരു ചെടി പന്തലൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. വീടിനടുത്ത് തന്നെ കുറച്ച് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ പച്ചക്കറി പടർത്തി വിടുകയാണെങ്കിൽ ആ ഇലകൾ കൊണ്ട് ഒരു പന്തൽ, ഒരു ഇലപ്പന്തൽ ആ മേൽക്കൂരയ്ക്ക് മുകളിൽ വരികയാണെങ്കിൽ തൊഴുത്തൊക്കെ ഒന്ന് കൂളായിട്ട് നിൽക്കും. അതുപോലെ തന്നെ ഈ ആസ്ബസ്റ്റോസ് ഷീറ്റ് വിരിച്ച മേൽക്കൂരയാണെന്നുണ്ടെങ്കിൽ അതിന് പുറത്തൊക്കെ നനച്ച ചാക്കൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഈ കന്നുകാലികൾക്ക് കുറച്ച് കൂളാകും. അവർക്ക് വേണ്ട ഒരു കൂളിംഗ് ഇഫക്റ്റ് തൊഴുത്തിൽ ഇപ്പോൾ AC കൊണ്ടുവയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കും. അതുപോലെ തന്നെ കന്നുകാലികൾക്ക് നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണം. കാരണം ഈ ചൂട് നേരെ വന്ന് തട്ടുമ്പോൾ പകൽ സമയത്തൊക്കെ ഇവരെ മേയാൻ വിടുന്ന സമയത്ത് നേരിട്ട് വന്ന് തട്ടുന്നത് അത് കന്നുകാലികൾക്കും ദോഷമാണ്. തുറസായ സ്ഥലത്തൊന്നും അവരെ കൊണ്ടുപോയി ദയവേത് കെട്ടിയിടരുത്. അതുപോലെ തന്നെ തുറസായ സ്ഥലത്തേക്ക് ഇങ്ങനെ മേയാനായി അഴിച്ചുവിടരുത്. ഈ ചൂടുള്ള സമയത്ത് പ്രത്യേകിച്ചും 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ ഈ ചൂട് കൂടി അത് കന്നുകാലികളും കുഴഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത്. ഒപ്പം കാലികൾക്ക് കുടിക്കാൻ ധാരാളം വെള്ളം കൊടുക്കണം. സാധാരണ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം കന്നുകാലികൾക്ക് കൊടുക്കണം. അതുപോലെ തന്നെ കറവയുള്ള പശുവാണെങ്കിൽ, കറവ പശുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ വെള്ളം കൊടുക്കണം. ഒരു നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കുന്നതിനായി അവർക്ക് കുറച്ചുകൂടി അവരെ ഒന്ന് കെയർ ചെയ്തോളൂ. അപ്പോൾ ഒരു ദിവസം 80 മുതൽ 100 ലിറ്റർ വെള്ളം വരെ അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഈ രംഗത്തെ വിദഗ്ധരൊക്കെ പറയുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം അതിൽ പച്ചപ്പുല്ല് കൂടുതലായി കൊടുക്കുക. ഒപ്പം സമീകൃത കാലിത്തീറ്റയും നൽകാം. ചൂട് കൂടുതലുള്ളപ്പോൾ കാലികളുടെ ശരീരം നനയ്ക്കരുത് എന്നും അധികൃതർ പറയുന്നുണ്ട്. രാവിലെയും വൈകിട്ടും വേണം കാലികളെ കുളിപ്പിക്കാൻ. കാരണം ശരീരത്തിലെ ഊഷ്മാവ് ക്രമീകരണം അത് കൃത്യമായി നടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇനി പുറത്ത് നമ്മൾ മേയാൻ വിട്ട പശുവിന് ഈ സൂര്യാഘാതം, സൂര്യാതപം അത് പശുവിന് ഏറ്റോ എന്ന് എങ്ങനെ അറിയാം? എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാകാം? മനുഷ്യർക്കുണ്ടാകുന്നത് പോലെ തന്നെ തളർച്ചയുണ്ടാകും പശുക്കൾക്ക്. അതുപോലെ തന്നെ പനിയും കിതപ്പും ഉയർന്ന ശ്വാസോച്ഛ്വാസവും ഒക്കെ പശുക്കൾക്ക് സാധാരണഗതിയിലുള്ള നിന്നും വ്യത്യാസങ്ങൾ അവർക്ക് കണ്ടു തുടങ്ങുകയാണെങ്കിൽ ഈ വെയിൽ കൊണ്ടതിൻ്റെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ വായ തുറന്ന് അവ ശ്വസിക്കുകയാണെങ്കിൽ, വായിൽ നിന്ന് ഉമിനീർ കൂടുതലായി വരികയാണെങ്കിൽ ഒക്കെ പശുക്കളെ ഒന്ന് കൂടുതലായിട്ട് നിരീക്ഷിക്കാം. അതുപോലെ സ്ഥിതി കടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ വായിൽ നിന്ന് നുരയും പതയും ഒക്കെ വരും. അതുപോലെ തന്നെ മനുഷ്യർക്ക് ശരീരത്തിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ സൂര്യാഘാതമേറ്റാൽ പശുക്കളുടെയും കന്നുകാലികളുടെയും ശരീരത്തിൽ പൊള്ളിയ പാടുകളൊക്കെ വരും. അതുകൊണ്ട് തന്നെ അത് നമ്മൾ കാരണം അവർക്ക് വന്ന് പറയാൻ പറ്റില്ലല്ലോ ചൂട് കൊണ്ടു എൻ്റെ ദേഹം പൊള്ളി എന്നൊക്കെ. അപ്പോൾ ചികിത്സ വൈകിപ്പിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെള്ളമൊഴിച്ച് നനയ്ക്കുക. പശുക്കളെ ഇങ്ങനെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമൊഴിച്ച് നനയ്ക്കുക. ഒപ്പം തന്നെ അവർക്ക് കുടിക്കാൻ ഉടൻ തന്നെ വെള്ളം കൊടുക്കണം. അതിനുശേഷം ചികിത്സയ്ക്കായി കൊണ്ടുപോവുകയും വേണം. എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ് അത് മനുഷ്യനായാലും കന്നുകാലി ആയാലും സൂര്യാഘാതമേറ്റാൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അവരെ കൂടി ഒന്ന് ശ്രദ്ധിക്കുക.